എന്താ നിന്റെ ഉദ്ദേശം? എന്താന്ന് വെച്ച തുറന്ന് പറയ്. മുകളിലത്തെ മുറിയിൽ എന്താണെന്നുള്ളതാണോ, അതോ രേഖ പറഞ്ഞ പോലെ ആ ആഭരണം വേണോ നിനക്ക്? എന്താന്ന് വെച്ച തുറന്ന് പറയ്. ബ്രദറിലോ ചോദിച്ചതിന് ഉത്തരം പറ ശ്രീലക്ഷ്മി. എന്തേ നിന്റെ നാവിന്റെ ചലനവും നിന്നോ? സ്റ്റോപ്പ് ഇറ്റ് രേഖ. ഇനി ഇവിടെ വേറെ ആരും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ സംസാരം കേട്ട് മിണ്ടാതെ നിന്ന് തരുന്നത് ഞാൻ ഒരു ഫൂളായതുകൊണ്ടല്ല, തെറ്റ് ചെയ്തതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും എന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം കിട്ടേണ്ടത് നിങ്ങളെക്കാട്ടും എനിക്കാണ്. അതുകൊണ്ട് ഇനി ഇപ്പോ ഇവിടെ ഞാൻ സംസാരിക്കും, നിങ്ങളെല്ലാവരും കേൾക്കും. അത് പറ്റാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല. സോറി സർ. സാറ് റൂമിലേക്ക് വാ, എല്ലാം ഞാൻ അവിടെ വെച്ച് പറയാം. അത് പോരാ, ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മതി. ഈ വീട്ടിൽ അങ്ങനെ ഒരു ഒളിവിന്റെ മറവിന്റെ ആവശ്യമില്ല. എന്നെ പോലെ ഇവർക്കും അറിയണം നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തതെന്ന്. സർ സോറി. അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ നീ ചെയ്തൊക്കെ? അങ്ങനെ ക്ഷമിച്ചു തന്നാൽ തന്നെ നീ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ലെന്ന് എന്തോ ഉറപ്പ്? ഓരോ സമയത്ത് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവർ ചോദ്യം ചെയ്യുമ്പോ അവരുടെ നേരെ തട്ടിക്കയറുകയല്ലേ നീ ചെയ്യുന്നത്? ഇവിടെ നേരത്തെ അനിയത്തിക്കുട്ടി പറഞ്ഞ സംശയങ്ങൾ എനിക്കുണ്ട്. നിന്നോടൊപ്പം കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് മറ്റാരെക്കാട്ടിലും കുറച്ച് സംശയം കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. നീ നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ ഫൂളിഷ്നെസ് ആണ്, അഹങ്കാരമാണ്. നീ എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? അറി മാഡ്. ഞങ്ങൾ ആരെയും എന്തിന് ഈ എന്നെ പോലും വില കൽപ്പിക്കുന്നില്ലോ നീ? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വേറെ ആരെയോ പോലെ സംസാരിക്കുന്നത്, വേറെ ആരെയോ പോലെ പെരുമാറുന്നത്. ഞാൻ കണ്ടതും അറിഞ്ഞതും സ്നേഹിച്ചതുമായ ശ്രീലക്ഷ്മി അല്ലിപ്പോ. അല്ല, ഞാൻ ശ്രീലക്ഷ്മി അല്ല. ഞാൻ രവി സാറിന്റെ ശ്രീലക്ഷ്മി അല്ല. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. പിന്നെ ആരാ നീ? രാജനന്ദിനി. രവിചന്ദ്രവർമ്മന്റെ ഭാര്യ രാജനന്ദിനിയെ ഞാൻ. ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ അതേ രാജനന്ദിനി തന്നെ. മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ നിനക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. നീ പറയുന്ന അല്ലെങ്കിൽ നീ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജനന്ദിനി എന്ന എന്റെ ആദ്യ ഭാര്യയും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി നീ അങ്ങനെയായി മാറാൻ ശ്രമിക്കുന്നു എന്നതാണ് ശരി. എനിക്ക് വേണ്ടത് മറ്റൊരു രാജനന്ദിനിയല്ല, എന്റെ പഴയ ശ്രീലക്ഷ്മിയാണ്. ആ ശ്രീലക്ഷ്മിയാണ് ഞാൻ സ്നേഹിച്ചതും എന്റെ സ്വന്തമാക്കിയതും. ഞാൻ ആ ശ്രീലക്ഷ്മി തന്നെയാണ് സർ. പക്ഷെ ഞാൻ ആരുടെയും സ്നേഹത്തിന് വേണ്ടിയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് എന്റേതായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർ.
എനിക്ക് ചിലരെയൊക്കെ തിരിച്ചറിയണം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ സത്യം പറയിപ്പിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ പറയാം ഇപ്പൊ നടന്നതടക്കം സംഭവങ്ങളുടെ സത്യാവസ്ഥ. അപ്പോ ഇപ്പൊ ഒന്നും പറയില്ല എന്നാണോ? ഈ സാഹചര്യത്തിൽ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സർ. സാറിനോട് എല്ലാം പറയണമെന്ന് കരുതി എത്രയോ പ്രാവശ്യം ഞാൻ വന്നിരുന്നു. സാഹചര്യം കൊണ്ട് അന്ന് അതിനൊന്നും പറ്റിയില്ല. ഇപ്പോഴും ഒന്നും പറയാൻ കഴിയുന്നില്ല എനിക്ക്. ദയവായി എന്നെ ഒന്ന് മനസ്സിലാക്കണം. ശരി ശ്രീലക്ഷ്മി, തനിക്ക് എന്നാണോ സമയം കിട്ടുന്നത് അപ്പൊ പറഞ്ഞാൽ മതി. അമ്മയും മറ്റുള്ളവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാര്യ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്കറിയാം. ഈ ഒരു ബുദ്ധിമുട്ട് കൂടി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ശ്രീലക്ഷ്മിക്ക് വേണ്ടിയും ഞാൻ മാപ്പ് ചോദിക്കണം. അയ്യോ സർ, ഞാൻ പറഞ്ഞത് മതി ശ്രീലക്ഷ്മി, ഇനിയൊരു സംസാരമില്ല. ഇത്രയും നാൾ താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പലപ്പോഴും തോന്നിയിട്ടും അതിനൊക്കെ സ്വയം കാരണങ്ങൾ കണ്ടുപിടിച്ച് ന്യായീകരിച്ച് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പലതും. നീ മറ്റൊരാളായി മാറാൻ തുടങ്ങിയപ്പോൾ ഞാനും അതിനൊപ്പം മാറി. പക്ഷേ ഇപ്പൊ കാണിക്കുന്നതൊക്കെ എന്റെ മനസ്സാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ കയ്യും കാലും വിറയ്ക്കുക. ഇങ്ങനെയുള്ള നിന്റെ പ്രവൃത്തികൾ എന്നെ തന്നെ ഇപ്പൊ ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുക. ഞാൻ ഈ വിശദീകരിച്ചത് മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഒരു കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞതുപോലെ. അമ്മേ, ഇതിപ്പോ ഞാനാണോ ദൈവമാണോ ഇവൾക്ക് പണി കൊടുത്തോണ്ടിരിക്കുന്നത്? പാവം ബ്രദറല്ലോ, എന്നാലും പുള്ളിക്ക് ഇങ്ങനൊരു പറ്റിയല്ലോ. കഷ്ടായിപ്പോയി. രഘു ഇങ്ങ വന്നേ. സർ, ഇപ്പൊ ചെയ്തതിന് ഞാൻ സാറിനോട് ഒരിക്കലും മാപ്പ് ചോദിക്കില്ല. കാരണം മാപ്പ് ചോദിക്കേണ്ട ഒരു തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. സാറിന്റെ മനസ്സിൽ എന്നോട് ഒരുപാട് ദേഷ്യമാണെന്നും എനിക്കറിയാം. പക്ഷെ ഒന്നാലോചിച്ചപ്പോ
അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോ ഞാൻ ചെയ്തത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെയും സാറിന്റെയും മനസ്സിൽ രണ്ട് തരത്തിലാ ഇപ്പൊ നടന്ന എല്ലാ സംഭവങ്ങളും. ഏതു തരത്തിലായാലും ചെയ്തതെല്ലാം തെറ്റ് തന്നെയല്ലേ? സർ പ്ലീസ്, സാറിന് പറയാനുള്ളതെല്ലാം താഴെ വെച്ച് സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കേൾക്കുകയും ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് സാറും കേൾക്കണം. മനസ്സുകൊണ്ട് സാർ എന്നിൽ നിന്നും എത്രയോ അകന്നു എന്ന തിരിച്ചറിവോടെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ എന്തു പറഞ്ഞാലും സാർ വിശ്വസിക്കോ എന്ന സംശയം എനിക്കുണ്ട്. സാറ് പലപ്പോഴും എനിക്ക് എന്താ പറ്റിയതെന്നും എന്നിലെ മാറ്റങ്ങൾക്ക് എന്താണ് കാരണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്നൊന്നും ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ചെയ്തു കഴിഞ്ഞതും ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതെന്റെ മാത്രം ശരികളാ, പുറത്തൊരാൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ശരികൾ. പക്ഷെ അത് എല്ലാ കാലവും അങ്ങനെ ആയിരിക്കില്ല. ഒരു ദിവസം എല്ലാം കലങ്ങി തെളിയും. അന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഉണ്ടാകാവൂ. വേറെ ആരെയും ഞാനിവിടെ മുഖവിലക്ക് എടുക്കുന്നില്ല. സാർ എന്നെ മനസ്സിലാക്കണം, അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ടല്ല, സത്യം മുഴുവൻ അറിഞ്ഞതിന് ശേഷം. ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ താൻ മനസ്സ് തുറന്ന് സത്യം സത്യമായിട്ട് എന്നോട് പറയണം, കാര്യകാരണങ്ങൾ സഹിതം. കുറച്ചു ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് സാറിനോടുള്ള ഇഷ്ടവും വിശ്വാസവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വമാണ്. പക്ഷെ അതെന്റെ മനസാക്ഷിയെ ചതിച്ചുകൊണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശ്രീലക്ഷ്മി, അവിടെയും ഇവിടെയും തൊടാതുള്ള തന്റെ ഈ വർത്താനം എനിക്കിനി കേൾക്കണ്ട. എനിക്ക് വേണ്ടത് താൻ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിനുള്ള വ്യക്തമായ ഉത്തരവാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മറ്റൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണമെന്നില്ല. സാറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാനല്ലാതെ രണ്ടാമതൊരാൾ അറിയുന്നെങ്കിൽ അത് സാറ് തന്നെ ആയിരിക്കും. എന്റെ മനസ്സറിവോടെ തന്നെ ഞാൻ പലതും ഒളിച്ചു വെക്ക. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിന് നല്ലതേ വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് വിഷമിച്ചാലും അത് കാര്യാക്കുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെ ന്യായീകരിച്ചാലും എല്ലാവരുടെ കണ്ണിലും ഞാൻ ചെയ്ത തെറ്റാ. അതുകൊണ്ടാ ക്ഷമിക്കാവുന്ന കാര്യങ്ങളല്ലെങ്കിൽ പോലും ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചത്. ഇപ്പോഴും താൻ പറയുന്നത് താൻ ചെയ്തത് ശരിയെന്നും അത് പറഞ്ഞ ഞാനടക്കമുള്ള മറ്റുള്ളവർ തെറ്റുകാരും എന്നാണ്. ആ തന്നോട് ഞാൻ ഇനിയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാം. സാറ് മുൻപ് പറഞ്ഞ പോലെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനൊരു വട്ടപ്പൂജയാണെന്ന തിരിച്ചറിവോടെ തന്നെയാ ഞാൻ പറഞ്ഞത്. ഷീറ്റൊക്കെ എടുത്തോണ്ട് പോകണം. മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ മാറിക്കിടക്കുന്നത് തന്നെയാ നല്ലത്. ഗായത്രിയമ്മേ, സമയം ഒരുപാടായി.
മരുന്നുകളൊക്കെ മുറി കൊണ്ടുവച്ചിട്ടുണ്ട്. സമയത്തിന് മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യവതിയായി ജീവിച്ചിട്ട് എന്താ കാര്യം ബാലമ്മേ? ശരീരത്തിന്റെ അസുഖമല്ലേ മരുന്നുകൊണ്ട് മാറൂ? എന്റെ അസുഖം ശരീരത്തിനല്ലല്ലോ. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ബാലമ്മയ്ക്ക്? എനിക്കെല്ലാം മനസ്സിലാവും ഗായത്രിയമ്മേ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, മറ്റെന്തിനു പറ്റും? ഈശ്വരൻ എന്നോട് മാത്രം ഇങ്ങനെ എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. പ്രാർത്ഥനയ്ക്കോ വഴിപാടുകൾക്കോ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. അവിടെ ഒരു സമാധാനവും കിട്ടാത്തതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അവിടെ സംഭവിച്ചതൊക്കെ ശത്രുക്കൾ ചെയ്തതാണെന്ന് കരുതിയ ഇങ്ങോട്ട് മാറാൻ ഞാൻ സമ്മതിച്ചത് തന്നെ. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ശത്രുക്കൾ വെളിയിലല്ല ഉള്ളത്, ഈ വീട്ടിൽ തന്നെയാ. രേഖക്കുഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെയും തോന്നൽ അത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? രേഖ പറയുന്നതൊക്കെ ശരിയെന്ന രീതിയിലല്ലേ ഓരോ ദിവസവും ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റം? അവൾക്കിതെന്ത് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ കാര്യത്തിൽ ഗായത്രി അമ്മയ്ക്കുള്ള ചെറിയ സംശയങ്ങൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. രേഖക്കുഞ്ഞും ശ്രീലക്ഷ്മി കുഞ്ഞും രണ്ട് സാഹചര്യത്തിൽ വളർന്നു വന്നവരാ. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും വാശി പിടിക്കാനും കഴിയില്ല. ആയിക്കോട്ടെ, ബാലമ്മ പറയുന്നത് ശരിവെച്ചാ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താ ഒരു കുറവ്? കുറവുണ്ട് ഗായത്രിയമ്മേ. ഈ കുടുംബത്തെക്കുറിച്ചും ഇവിടെ ഉള്ളവരെക്കുറിച്ചുമുള്ള അറിവുകൾക്കാണ് കുറവ്. രേഖക്കുഞ്ഞിന് അതറിയേണ്ട ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ശ്രീലക്ഷ്മി കുഞ്ഞിന് അതറിയാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് രാജനന്ദിനെ കുറിച്ചാ. അമ്മയെ അതേ അഭിപ്രായം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് രാജനന്ദിനിയുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ കാണണമെന്നൊരാഗ്രഹം. നമുക്കതിലിപ്പോ ഒന്നും ചെയ്യാനാവില്ല. ഗായത്രി അമ്മ ഇനി അധികം പേടിക്കേണ്ട ആവശ്യവും വരില്ല. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ സംശയങ്ങൾക്കുള്ള കാരണത്തെ ഞാൻ കണ്ടുപിടിച്ചില്ലാതാക്കിയിട്ടുണ്ട്. എങ്ങനെ? സമയമാവുമ്പോ ഗായത്രി അമ്മയോട് എല്ലാം പറയാം. ഇപ്പോ ഗായത്രി അമ്മ ചെയ്യേണ്ടത് ഇത്രയും ദിവസം നടന്നതെല്ലാം മറന്ന് സുഖമായി പോയി കിടന്നുറങ്ങിക്കൊള്ളും. ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല. പ്രാർത്ഥനയും വിധിയും ഒന്നാകുന്ന ദിവസങ്ങളാകും ഇനി വരാൻ പോകുന്നത്. ഗായത്രി അമ്മയ്ക്ക് ധൈര്യമായി പോകാം.